ഷീജ, നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം 15-ാം തീയതി, അതായത് തിങ്കളാഴ്ചത്തേക്ക് 9-ാം തീയതി 8-ാം തീയതിയിലേക്ക് കേസ് ഹർജി പരിഗണിക്കുന്നത് മാറ്റി. അതോടൊപ്പം തന്നെ അറസ്റ്റിന് വിലക്കില്ല. മൂന്നാമത് പോലീസ് റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്നതാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതിയിൽ നിന്നുള്ളത്? തീർച്ചയായും സുജു, അതായത് ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കോടതിയിൽ പ്രതിഭാഗം കാര്യങ്ങൾ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കാര്യങ്ങൾ പറയുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കേസ് കെട്ടിച്ചമച്ച ഒരു കേസാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ആ ഈ പറയുന്ന പരാതി അത് KPCC പ്രസിഡന്റിന് ആയി ആ പരാതി വന്നത്. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് നൽകാമായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് അറസ്റ്റ് തടയണം എന്നുള്ളൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനോട് ആരാഞ്ഞു. പ്രോസിക്യൂഷൻ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ സമയം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്തരുത് എന്നുള്ളൊരാവശ്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. പോലീസ് റിപ്പോർട്ട്, ഈ കേസിലെ പോലീസ് റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കേസ് ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ പെൺകുട്ടി കേരളത്തിലല്ല ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് പറ്റുന്ന ഒരു സമയവും സ്ഥലവും ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ആ പെൺകുട്ടിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലിനി തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരവും കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും പോലീസ് റിപ്പോർട്ട് അത് വന്നതിന് ശേഷം, അത് പരിശോധിച്ചതിന് ശേഷം തുടർന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളത് കോടതി വ്യക്തമാക്കിയതും കേസ് തിങ്കളാഴ്ചത്തേക്ക് ഈ മാസം 8-ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അറസ്റ്റ് തടയണം എന്നുള്ള പ്രതിഭാഗത്തിന്റെ ആവശ്യം അത് അംഗീകരിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ളൊരു അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം കോടതി നിരാകരിച്ചതും തുടർന്ന് പോലീസ് റിപ്പോർട്ട് അത് ലഭിച്ച് അതിന്മേൽ പരിശോധന നടത്തിയതിനു ശേഷം ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യവും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു.